കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രൈം ഐഡിയൽ, മാക്സിമൽ ഐഡിയൽ, അത് ഡിസ്കസ് ചെയ്ത ശേഷം പ്രൈം ഫീൽഡ്സ് അല്ലേ, അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറം പ്രൂവ് ചെയ്തു, അതുപോലെ കൊറോളറി നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ റിസൾട്ടെല്ലാം യൂസ് ചെയ്തിട്ട് പുതിയൊരു തിയറം പ്രൂവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഇൻഫർമേഷനാണ് ഈ തിയറം പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ തിയറം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഫീൽഡ് എഫ് ഈസ് ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്, ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച് കേട്ടോ. എ ഫീൽഡ് എഫ് ഈസ് ഐദർ ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി ആൻഡ് ആ കേസിൽ contains a subfield isomorphic to set P. Okay, a field F is either of prime characteristic P and contains a subfield isomorphic to set P, or of characteristic 0 and in that case it contains a subfield isomorphic to, ഈ കേസിൽ എന്തായിരിക്കും, ഐസോമോർഫിക് ടു ക്യൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ തിയറം പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത്. ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? എ ഫീൽഡ് എഫ് ഇസ് ഐദർ ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി ഓർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0. അപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, 4 ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു ഫീൽഡ് പറയാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ വൈവയ്ക്കോ മറ്റോ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എന്ത് പറയാൻ പറ്റണം? ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എപ്പോഴും പ്രൈം നമ്പറോ 0യോ മാത്രമേ ആവുള്ളൂ. 4 ഈസ് നോട്ട് എ പ്രൈം. ഓൾസോ 4 ഈസ് എ നോൺ സീറോ പോസിറ്റീവ് ഇൻറ്റീജർ. സോ 4 ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്ന ഫീൽഡുകൾ ഇല്ല എന്ന് തീർത്ത് പറയാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എ ഫീൽഡ് എഫ് ഇസ് ഐദർ ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി ഓർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഇപ്പം ഞാൻ പ്രൂഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ. സപ്പോസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ. സപ്പോസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു, എഫ് ഫീൽഡാണ് കേട്ടോ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എൻ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ആ പ്രീവിയസ് കൊറോളറി പറഞ്ഞിട്ടുള്ള ഇതിൽ എന്താ പറഞ്ഞത്? ഇഫ് ആർ ഇസ് എ റിംഗ് വിത്ത് യൂണിറ്റി, ദെൻ if the characteristic of R is n, then R contains a subring isomorphic to Zn. So F is a field means it is a ring with unity. അല്ലെ, ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഇവിടെ വരുന്നുണ്ട്. എഫ് ഇസ് എ റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് n. So by that result we can say that F contains a subring. Some F dash is contained in F. F contains a subring F dash isomorphic to Zn. കിട്ടിയോ? പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? ഞാനിപ്പോൾ n എന്ന് പറയുന്നത് സം 6 ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രൈം അല്ലാണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ, Z6 ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? n 6 ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എഫ് ഡാഷ് ഈസ് ഐസോമോർഫിക് ടു Z6 കിട്ടും. Z6ന്റെ പ്രത്യേകത എന്താ? എങ്ങനെയുള്ള റിംഗ് ആണ് Z6 എന്ന് പറയുന്നത്?
ഡിവൈസേഴ്സ് ഓഫ് 0 വരുന്ന ഒരു റിംഗ് ആണ് സെറ്റ് 6 അല്ലേ. സോ അതുമായിട്ട് ഐസോമോർഫിക് ആയിട്ട് വരുന്ന എഫ് ഡാഷിനകത്തും 0 ഡിവൈസർ വരും. കിട്ടിയല്ലോ. ഇതിനകത്ത് 0 ഡിവൈസർ വരുമെങ്കിൽ, എഫ് ഡാഷിനകത്ത് 0 ഡിവൈസർ വരുമെങ്കിൽ എന്ത് സംഭവിക്കും? എഫ് ഡാഷ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ആണ്. സോ എഫിന് 0 ഡിവൈസേഴ്സ് വരും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സിൻസ് എഫ് ഇസ് എ ഫീൽഡ്. So your n must be equal to a prime. N must be a prime. N is equal to P. Okay. So here n is equal to P. So if the characteristic of f is not equal to 0, then it must be equal to a prime. Okay. Okay. So in that case, f contains a subfield isomorphic to, f contains a subring isomorphic to set P. Set P is a field. So f dash is also a field. That means f contains a subfield isomorphic to set P. Okay, what about the case characteristic of f equal to 0? What will happen to our result in this case? If characteristic of f is equal to 0, what will happen? By that previous result, we can say that f contains a subring isomorphic to z. F contains a subring. F contains a subring isomorphic to z. So f dash, this is an integral domain. So f dash is also an integral domain, and that integral domain is contained in your field. Contained in your field f. അപ്പോൾ എഫിനകത്തൊരു ഇന്റഗ്രൽ ഡൊമെയിൻ എഫ് ഡാഷ് കിട്ടിയോ? പിന്നെ ഒരു റിസൾട്ട് നിങ്ങൾ 5th സെം UG പഠിച്ചിട്ടുണ്ടാവണം. എന്താണ്? എ ഫീൽഡ് containing an integral domain. അപ്പോൾ എന്താണ് റിസൾട്ട് പറയുന്നത്? എ ഫീൽഡ് containing an integral domain. A field containing an integral domain contains the field of quotients of that integral domain. എന്താണ് ഫീൽഡ് ഓഫ് കോഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും സെഡിന്റെ ഫീൽഡ് ഓഫ് കോഷ്യന്റ് Q. എന്താണ് ഫീൽഡ് ഓഫ് കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ദാറ്റ് ഇന്റഗ്രൽ ഡൊമെയിൻ. So here Z is an integral domain. The field of quotient of Z is what? Q. What about this result? You can apply this result to our theorem, our proof. Okay, a field containing, here f is a field, that field contains an integral domain f dash. So, and that f dash is isomorphic to Z. So, a field containing an integral domain contains the field of quotient of that integral domain. The field of quotient of this integral domain is Q. So the field of quotient of f dash is also isomorphic to Q. Structurally same ആവണല്ലോ. Field of quotient of f dash is also isomorphic to Q. So f contains the field of quotient of f dash which is isomorphic to Q. That means if the characteristic of f is equal to 0, then f contains a subfield isomorphic to Q. Here the field of quotient of f dash is isomorphic to Q. Field of quotient means it is the smallest field containing f dash. That field is isomorphic to Q, and that field is some f double dash ആണെങ്കിൽ, field of quotient of f dash എന്ന് പറയുന്ന f double dash ആണെങ്കിൽ, f double dash is isomorphic to Q and f double dash is contained in F. So what? So our field contains a subfield
F double dash, that is isomorphic to Q. This is the case if the characteristic of F is equal to 0. കിട്ടിയോ? അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത തിയറം പറയുന്നത്. അതായത് അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഏതൊരു ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പി ആയിട്ട് വരണമെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡ് ആയിരിക്കണം. അപ്പോൾ ഇൻഫൈനൈറ്റ് ഫീൽഡുകൾ ക്യൂ ആർ സി ഒക്കെ പറയണമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? 0. ഫൈനൈറ്റ് ഫീൽഡുകൾ വരുമ്പോൾ മാത്രമേ ക്യാരക്ടറിസ്റ്റിക് പ്രൈം നമ്പർ ആയിട്ട് വരുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. എ field F is either of prime characteristic P or of characteristic 0. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത റിസൾട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഐഡിയലിനെ കുറിച്ച് നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ? പ്രൈം ഐഡിയല്, മാക്സിമൽ ഐഡിയല് അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ഐഡിയലാണ്. നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗ്രൂപ്പ് പഠിച്ച് പലതരം ഗ്രൂപ്പുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സൈക്ലിക് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ആ സൈക്ലിക് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൈക്ലിക് ഗ്രൂപ്പ് പോലെ നമ്മൾ ഐഡിയലിൽ അപ്ലൈ ചെയ്യുന്നൊരു ഐഡിയയാണ് എന്താന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഐഡിയൽ. അപ്പോൾ എപ്പോഴാണ് ഒരു ഐഡിയല് പ്രിൻസിപ്പൽ ആവുക? കിട്ടിയോ? അപ്പം നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ഐഡിയൽ ഡിഫൈൻ ചെയ്യുന്നത് റിങ്ങിൽ നമുക്ക് ഐഡിയൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിങ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ഐഡിയൽ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന റിങ് എന്ന് പറയുന്നത് R എന്ന് പറയുന്ന റിങ് കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി. കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി ആണ് നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽ ഡിഫൈൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി എന്ത് വേണം? ഒരു ഐഡിയൽ വേണം അല്ലേ? N എന്ന് പറയുന്നത് ഈസ് ആൻ ഐഡിയൽ ഇൻ R. കിട്ടിയോ? N is an ideal in R. We can say that this ideal N is principal if there exists some A belongs to R such that N equal to ഇങ്ങനെ ഒരു നൊട്ടേഷനാണ്. ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എന്ന് പറയാൻ പാടില്ല ഇവിടെ. ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. അപ്പോൾ എന്താണ് ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ ആൻ എലമെന്റ്? ഈ എ ഈസ് ടേക്കൺ ഫ്രം അവർ റിംഗ് R. So, what is mean by ideal generated by A? It is the set of all multiples R A, multiples of A, such that ഇവിടെ എടുക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. R എവിടുന്നാണ് വരുന്നത്? R is taken from your ring. അല്ലേ? R is taken from your ring. R belongs to R. If we can find such an A in R, if there exists such an A in R such that N is equal to ideal generated by A, we can say that our ideal N is principal. Okay, so what about this ideal? The ideals of Z. What about the ideals of Z? Is every ideal of your ring Z is a principal ideal? Clearly, it is. Every ideal in Z are principal because you know that the ideals of Z are of the form NZ. What is mean by NZ? It is cyclic group generated by N. അല്ലേ? ഇപ്പം NZ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ N എന്നല്ലേ പറയുക. അതേപോലെ അപ്പം നമുക്ക് എന്ത് പറയാം? ദ ഐഡിയൽസ് ഇൻ Z ആർ ഓഫ് ദി ഫോം NZ. വി ക്യാൻ റൈറ്റ് NZ ആസ് സൈക്ലിക് ഐഡിയൽ ജനറേറ്റഡ് ബൈ. ഇങ്ങനെ എഴുതാം. അങ്ങനെ ഒരു സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് NZ-ന്. NZ എന്ന് പറഞ്ഞാൽ എഴുതി നോക്കുക. N-ന് വാല്യൂ എടുത്തിട്ട് NZ എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ N. സോ എവറി ഐഡിയൽ ഇൻ Z ആർ പ്രിൻസിപ്പൽ. കിട്ടിയോ? ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇപ്പോൾ നോക്കൂ, നിങ്ങൾ റിംഗ് ഓഫ് പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്.
അല്ലേ? ഇപ്പോൾ റിംഗ് ഓഫ് ഞാനിപ്പോൾ ഇവിടെ ഫീൽഡ് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ എഫ് ഓഫ് എക്സിൽ എലമെന്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ ദി ഇൻഡിറ്റർമിനേറ്റ് എക്സ് വിത്ത് കോഎഫിഷ്യന്റ് ഫ്രം എഫ്. ഹിയർ എഫ് ഇസ് എ ഫീൽഡ്. യു ജസ്റ്റ് സപ്പോസ് എഫ് ഇസ് എ ഫീൽഡ്, ഓർ you can take R of X also. Okay, so what will happen to this ring? What is the form of principal ideals of f of X? F of X. അല്ല, എഫ് ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിലെ പ്രിൻസിപ്പൽ ഐഡിയൽസ് ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കിട്ടിയോ? അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. എഫ് ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിലെ ഐഡിയൽസ് ഏത് ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, ഐഡിയൽസിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. എഫ് ഫീൽഡ് ആണെങ്കിൽ റിംഗ് ഓഫ് പോളിനോമിയൽസ് എഫ് ഓഫ് എക്സിലെ ഓരോ ഐഡിയലും എങ്ങനെ ഉള്ള ഐഡിയലാണ് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യും. അപ്പോൾ അതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. ഇപ്പം നോക്കൂ, ഇതിലെ ഒരു ഐഡിയൽ, ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയൽ ഞാൻ കൺസിഡർ ചെയ്യണം, ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് അല്ലേ? അപ്പോൾ ഇതിൽ വരുന്ന എലമെന്റ്സ്, ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് ഓൾ. ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കുറച്ചും കൂടെ ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ആൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് അല്ലേ? സോ എങ്ങനെയുള്ള ആളുകളാണ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സിനകത്ത് വരുന്നത്? എഫ് ഓഫ് എക്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന റിങ്. സോ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന എലമെന്റ്സുകൾ എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് അല്ലേ? ഇതിൽ പോളിനോമിയൽ എടുക്കുന്നു, അതേ ഇൻറ്റു എക്സ്. അപ്പം എങ്ങനെയുള്ള ആളുകൾ അതിന് ഈ കളക്ഷനകത്ത് വരുന്നത്? കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് വിത്ത് സീറോ കോൺസ്റ്റന്റ് ടേം. കോൺസ്റ്റന്റ് ടേം നോൺ സീറോ ആയിട്ട് വരും അവിടെ. എക്സ് വെച്ചിട്ട് ഓരോ ആളുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താ സംഭവിക്കുന്നത്? പോളിനോമിയൽസ് തന്നെയാണ് വിത്ത് കോൺസ്റ്റന്റ് ടേം എന്തായിരിക്കും? പോളിനോമിയൽസിന്റെ എഫ് ഓഫ് എക്സ് തന്നെയാണ് വിത്ത് കോൺസ്റ്റന്റ് ടേം സീറോ. കിട്ടിയോ? അപ്പം അത് ഐഡിയ ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ, ഡെഫിനേഷൻ ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ തിരിച്ച് ഇതിലോട്ട് വരികയാണ്. ഇഫ് എഫ് ഇസ് എ ഫീൽഡ് ദെൻ എവറി ഐഡിയൽ, ഇഫ് എഫ് ഇസ് എ ഫീൽഡ് എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ്, കണ്ടോ പ്രിൻസിപ്പൽ. ഇഫ് എഫ് ഇസ് എ ഫീൽഡ് എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ. എങ്ങനെ പ്രൂവ് ചെയ്യും? വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടും വളരെ ഈസി ആയിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളുടെ ഈ അബ്സ്ട്രാക്ട് ആൾജിബ്ര സെക്കൻഡിൽ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് രസകരമായിട്ട് നമുക്കത് പ്രൂവ് ചെയ്ത് പോകാൻ കഴിയും. മനസ്സിലാക്കിയിട്ടല്ല പഠിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഇസ് പ്രിൻസിപ്പൽ ഇഫ് എഫ് ഇസ് എ ഫീൽഡ്. സോ യു ജസ്റ്റ് ടേക്ക് an ideal from f of x. n is an ideal in f of x. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി നീഡ് ടു ഷോ ദാറ്റ് അവർ ഐഡിയൽ ഈസ് പ്രിൻസിപ്പൽ അല്ലേ? ഒരു കേസ് വളരെ ട്രിവിയൽ ആയിട്ട് പറയാം. ഇൻ ദി കേസ് ഓഫ് ട്രിവിയൽ ഐഡിയൽ. So if n is equal to singleton 0, n is the trivial ideal, then clearly നമുക്കൊന്നും ആലോചിക്കാതെ തന്നെ പറയാം അല്ലേ? It is ideal generated by 0. What about the case n not equal to 0? If n is not equal to 0, that means there exists at least one non-zero element in n. Your n is an ideal in f of x and it contains at least one non-zero element in this case. ഓക്കെ, അപ്പോൾ എന്നിലെ എലമെന്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പോളിനോമിയൽസ് ആണ് അല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ നോൺ സീറോ എലമെന്റ് ഉണ്ടാവും ഈ കേസിൽ.
കിട്ടിയോ? അപ്പോൾ എന്നിൽ എലമെന്റ്സ് പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഇനി ആ എലമെന്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് പോളിനോമിയൽ എങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നോൺ സീറോ എലമെന്റ് ഇൻ എൻ ആണ്, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എലമെന്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നോൺ സീറോ എലമെന്റ് എടുത്തു, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു അല്ലേ? അപ്പോൾ ഡിഗ്രി 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഡിഗ്രി 0 ആയിട്ട് വരുന്ന പോളിനോമിയൽ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എൻ ആണ് അല്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അത് എവിടുത്തെ എഫ് ഓഫ് എക്സിലെ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ആരാണ്? എഫിലെ എലമെന്റ്സ്. എഫിലെ ഒരു നോൺ സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? യൂണിറ്റ് ആണ്. എഫ് ഫീൽഡ് ആയതുകൊണ്ട് എവറി നോൺ സീറോ എലമെന്റ് ഇസ് എ യൂണിറ്റ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകളാവണം അല്ലേ? സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫിലെ ഒരു യൂണിറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്നിനകത്ത് എന്ത് വരുന്നുണ്ട്? എഫ് ഓഫ് എക്സ് എന്നിൽ എലമെന്റ് അല്ലേ? സോ എൻ കണ്ടെയ്ൻസ് എ യൂണിറ്റ് അല്ലേ? ആ റിങ്ങിലെ ഒരു യൂണിറ്റിനെ എഫ് ഓഫ് എക്സിലെ നോക്കൂ, എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽ റിങ്ങിലെ യൂണിറ്റ് എന്ന് പറയുന്ന ആരാണ്? എഫിലെ യൂണിറ്റുകൾ ആരാണോ അതാണ് എഫ് ഓഫ് എക്സിലെ യൂണിറ്റുകൾ അല്ലേ? സോ എൻ കണ്ടെയ്ൻസ് എ യൂണിറ്റ് ഇൻ യുവർ റിംഗ്. യൂണിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഐഡിയൽസ് എന്തായിരിക്കും? ഇംപ്രോപ്പർ ഐഡിയൽസ് ആയിരിക്കും. സോ എൻ ഇസ് ഈക്വൽ ടു, അത് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർലി ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 അല്ലേ? ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് അല്ലേ? സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ യുവർ എൻ ഇസ് പ്രിൻസിപ്പൽ. ഇനി you just take a non-zero element from M which is of minimum degree. ഇതിൻ്റെ ഡിഗ്രി വേണമെങ്കിൽ നിങ്ങൾ ആ ഈ എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന് പകരം നമ്മളതിന് എഫ് ഓഫ് എക്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, ജി ഓഫ് എക്സ് എടുക്കുക കേട്ടോ. ജസ്റ്റ് ജി ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എൻ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ഐഡിയൽ ആയതുകൊണ്ട് അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 നോൺ സീറോ എലമെന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള നോൺ സീറോ എലമെന്റുകളിൽ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള് ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള് എന്നിലെ എലമെന്റ്സുകളിൽ, നോൺ സീറോ എലമെന്റ്സുകളിൽ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള് ജി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. കിട്ടിയോ? ഇനി 2 കേസായിട്ട് പറയുന്നു. ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് 0 ആണെങ്കിൽ നമുക്ക് കിട്ടിയോ? ഇനി ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. കിട്ടിയോ? അപ്പൊ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി യൂസ് division algorithm for f of x. To prove our n is principal, we use division algorithm for f of x. അത് പഠിച്ചിട്ടുള്ളതാണ്. So if we take a non-zero polynomial, the f of x വരുന്നുണ്ട്, അതാണ് ഞാനത് മാറ്റിയത്. f of x belongs to n. നമുക്ക് n പ്രിൻസിപ്പൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യാനുള്ളത്? എന്നിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ f of xലെ ഏതോ ഒരാളുടെ എന്തായിട്ട് എഴുതണം? മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം അല്ലേ? ഏതൊരു എലമെന്റ് എടുത്താലും ആ പർട്ടിക്കുലർ ആളുടെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു എ കണ്ടെത്താൻ പറ്റണം. ആ എക്ക് പകരം ഇവിടെ നമ്മൾ വരാൻ പോകുന്നത് ജി ഓഫ് എക്സ് ആണ് കേട്ടോ, അത് പറഞ്ഞുതരാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ സീറോ പോളിനോമിയലിൻ എൻ ആയിട്ട് എടുത്തു. എൻ പ്രിൻസിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സിന് ഈ ജി ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. അത് കാണിക്കണം കേട്ടോ. അതിനാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിലെ ഡിവിഷൻ അൽഗോരിതം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കിട്ടിയോ? അപ്പോൾ ആ ഡിവിഷൻ അൽഗോരിതം പ്രകാരം നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളെ എങ്ങനെ എഴുതാം? സം ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? കറസ്പോണ്ടിങ് ടു ദിസ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ദർ എക്സിസ്റ്റ് യൂണിക് പോളിനോമിയൽസ് ക്യൂ ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ്
ആർ ഓഫ് എക്സ് എന്തായിരിക്കണം? ഐദർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. അല്ലേ? അപ്പോൾ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്താവണം? ഒന്നുമില്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് 0 എന്നല്ല കേട്ടോ, സോറി. ഐദർ ആർ ഓഫ് എക്സ് ഒന്നുമില്ല റിമൈൻഡർ 0, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? ഡിഗ്രി എന്നല്ല, പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഐദർ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ആർ ഓഫ് എക്സ് 0 ആണെങ്കിൽ പിന്നെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി നിങ്ങൾക്ക് ഇവിടെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയോ? ഇനി അടുത്ത കേസ് എന്താ? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഇങ്ങനെ ഒരു കേസും ഉണ്ടല്ലോ. അപ്പൊ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് നമ്മൾ ആ കേസാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കൂ. ഇതിൽ നിന്ന് നമുക്ക് ആർ ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? ആർ ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ഇവിടെ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനെക്കാട്ടിലും കുറവാണ് അല്ലേ? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനെക്കാട്ടിലും കുറവാണ് അല്ലേ? പിന്നെ എന്തും കൂടി പറയുന്നുണ്ട്, ജി ഓഫ് എക്സ് ആണ് എന്നിലെ ആളുകളിൽ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള് അല്ലേ? ജി ഓഫ് എക്സ് ആണ് എന്നിലെ ആളുകളില് ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള്. കിട്ടിയല്ലോ? അപ്പൊ ഇവിടെ ആർ ഓഫ് എക്സിന് എന്താ സംഭവിക്കുന്നത്? ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സിന്റെ ഡിഗ്രിയെക്കാട്ടിലും കുറവാണ്. അതുപോലെ ആർ ഓഫ് എക്സിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. ഇതെല്ലാം എവിടുത്തെ പോളിനോമിയലുകളാണ്? എവിടുത്തെ പോളിനോമിയലാണ്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എല്ലാം എന്നിലെ പോളിനോമിയലുകളാണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയലാണ്. എൻ ഐഡിയൽ ആയതുകൊണ്ട് ഇത് എന്നിലുണ്ടാവും, ഇത് എന്നിലുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസ് എന്തുണ്ടാവും? സബ്രിങ്ങും കൂടിയല്ലേ എൻ എന്ന് പറയുന്നത് അല്ലേ? സബ്രിങ്ങും കൂടി ആണല്ലോ നമ്മളുടെ ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫറൻസും എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. സോ ആർ ഓഫ് എക്സ് എവിടെ ഉണ്ടാവും? ആർ ഓഫ് എക്സ് എന്നില് ഉണ്ടാവും അല്ല? ആർ ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ആയിരിക്കും അല്ലേ? സോ ഇഫ് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ എന്ന് കിട്ടും. പക്ഷെ ഇത് പോസിബിൾ ആണോ? ആർ ഓഫ് എക്സ് എന്നിലുണ്ടെങ്കിൽ ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനെക്കാട്ടിലും കുറവുമാണ്. ബട്ട് ജി ഓഫ് എക്സ് ഈസ് ദി പോളിനോമിയൽ ഇൻ എൻ ഓഫ് മിനിമം ഡിഗ്രി അല്ലേ? ജി ഓഫ് എക്സ് ആണ് എന്നിലെ നോൺ സീറോ പോളിനോമിയലുകളിൽ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള് അല്ലേ? അപ്പൊ ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ രണ്ട് കേസിൽ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഓക്കെ, ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണല്ലോ ഇതിലോട്ട് വരുന്നത് അല്ലെ? ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് വരും. ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർ ഓഫ് എക്സ് എന്നിൽ എലമെന്റ് ആണെന്ന് കിട്ടും. പക്ഷെ എന്നിലെ നോൺ സീറോ എലമെന്റുകളിൽ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആള് ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പൊ ജി ഓഫ് എക്സിനെക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന ആള് ആർ ഓഫ് എക്സിൽ എന്നിൽ ഉണ്ടാവാൻ പാടില്ല അല്ലേ? അപ്പൊ ഈ കേസ് എക്സിസ്റ്റ് ചെയ്യില്ല. ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ? സോ ആർ ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ആർ ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ആർ ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ജി ഓഫ് എക്സ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ഇസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നിലെ പോളിനോമിയലുകളിൽ ഏറ്റവും ചെറിയ ഡിഗ്രി വരുന്ന ആളാണ്. കിട്ടിയോ? അപ്പൊ ഒരു ഫീൽഡിൽ ഐഡിയൽസ് എപ്പോഴും എന്തായിരിക്കും? പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും.